വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ WCPയുടെ വുമൻസ് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്സിനകത്തുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3/8 ദശാംശ രൂപം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 3/8 ദശാംശ രൂപം. ഇതിൻ്റെ ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കിക്കോ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 0.75 ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 0.375 ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 0.03 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 0.075 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3/8 ദശാംശ രൂപം. 3/8 ദശാംശ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. 3നെ 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. നോക്കിയേ, 3നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. നമ്മൾ അതിന് ആദ്യം എന്ത് ചെയ്യും? ഇവിടെ ഒരു പോയിന്റ് കൊടുക്കും അല്ലേ, ഒരു പോയിന്റ് കൊടുക്കും. ഇതേ നോക്കിയേ, 3 8 അടങ്ങത്തില്ല. 3 8 അടങ്ങത്തില്ല. കാരണം 8നേക്കാൾ ചെറിയൊരു സംഖ്യയാണ് 3 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 3 8 അടങ്ങില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു പോയിന്റ് കൊടുത്തു. മേളിൽ ഒരു പോയിന്റ് കൊടുത്താൽ അതിനർത്ഥം നമ്മൾ അകത്തുള്ള ഈ സംഖ്യയിൽ നമ്മളൊരു 0 ഇട്ട് കൊടുക്കണം എന്നാണ് അർത്ഥം. കണ്ടോ, ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ അന്നേരം നമ്മൾ എന്തിട്ട് കൊടുക്കുക? ഒരു 0 ഇട്ട് കൊടുക്കുക. ഫ്രീ ആയിട്ടൊരു 0 ഇട്ട് കൊടുക്കുക. 0 ഇട്ടപ്പോൾ നോക്കിയാൽ 30 8 എത്ര തവണ അടങ്ങും? 30 8 എത്ര തവണ അടങ്ങും? 3 തവണ അല്ലേ. നമുക്ക് 8ൻ്റെ ഗുണപ്പട്ടിക ചൊല്ലി നോക്കിയാലോ. 1 × 8 8 അല്ലേ. 2 × 8 16, 3 × 8 24, 4 × 8 32, 4 × 8 32. നമുക്ക് 30 എത്ര തവണ 8 അടങ്ങുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേ നോക്കിയേ, 30 ഇത് നോക്കിയേ 3 തവണ 8 അടങ്ങും അല്ലേ. 30 3 തവണ 8 അടങ്ങും. എത്ര കിട്ടും നമുക്ക്? 24. 3 × 8 24 എന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് താഴേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാം. കാരണം നമുക്ക് സമയമാണ് വേണ്ടത് അല്ലേ. നോക്കിയേ, പോയിന്റ് കഴിഞ്ഞിട്ട് 3 വരുന്ന ഓപ്ഷനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് 3 വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കണം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് കഴിഞ്ഞിട്ട് 7 ആണ് വന്നേക്കുന്നത്. നമുക്കത് വെട്ടിക്കളയാം. രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ, പോയിന്റ് കഴിഞ്ഞിട്ട് 3 ആണ് വന്നേക്കുന്നത്. ബാക്കി 2 ഓപ്ഷനും കൂടെ ചെക്ക് ചെയ്യുക. അതിനകത്തിൽ പോയിന്റ് കഴിഞ്ഞ് 03 എന്നാണ് വന്നേക്കുന്നത്. ഒരിക്കലും വരത്തില്ല. പോയിന്റ് കഴിഞ്ഞ് ഇവിടെയും 0 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് ചെയ്തു പോകാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.375 ആണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം, അത് തന്നെയാണോ ആൻസർ എന്ന് നോക്കാം. അതേ നോക്കിയേ, 30 നിന്നും 24 പോയി കഴിഞ്ഞാൽ ബാക്കി 6 കിട്ടും അല്ലേ. ഇവിടെ പോയിന്റ് കിടക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു 0 എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടും. 0 എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടും. നോക്കി, ഇനി 8 60 8 എത്ര തവണ അടങ്ങുമെന്ന് നോക്കുക. 60 8 നോക്കിയേ, 8 7 8 56 അല്ലേ. 7 കൊണ്ട് 8നെ 7 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 56 എന്ന് കിട്ടും. 56 ബാലൻസ് എത്ര കിട്ടും? വീണ്ടും 4 കിട്ടും അല്ലേ. ഇവിടെ പോയിന്റ് ഉള്ളതിൻ്റെ പേര് നമുക്ക് ആരെ ഫ്രീ ആയിട്ട് കിട്ടും? 0 ഫ്രീ ആയിട്ട് കിട്ടും. 40. ഇനി 40 ഈ 8 എത്ര തവണ അടങ്ങും? 5 തവണ. I 8 40, I 8 40. കണ്ടോ, 0 0. ഓക്കെ ആണോ? അപ്പം 0.375 ആണ് 3/8 ദശാംശ രൂപം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശയായി 200 രൂപ ലഭിച്ചു. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എന്ത്? അപ്പോൾ ഇവിടെ സാധാരണ പലിശ ആദ്യം തന്നിട്ടുണ്ട്, 200 രൂപ എന്ന് തന്നിട്ടുണ്ട്. സാധാരണ പലിശ 200 രൂപയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. വാർഷിക ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. തുക തന്നിട്ടില്ല. പിന്നെന്ത് തന്നിട്ടുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 5%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%. പലിശ നിരക്ക് തന്നിട്ടുണ്ട്. എത്ര വർഷത്തേക്കാണെന്നുള്ളത് തന്നിട്ടുണ്ട്, 2 വർഷത്തേക്കാണ്. എന്നിട്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 200 രൂപയെന്ന് തന്നു. ഇതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? പി കണ്ടുപിടിക്കാം അല്ലെ. തുക കണ്ടുപിടിക്കാം. എങ്ങനെയാ? PNR ഡിവൈഡ് ബൈ 100 ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. PNR ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഇക്വേഷനകത്തിലേക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? തുക കിട്ടും. ആ തുക കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കൂട്ടുപലിശ കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് ഇവിടെ നോക്കിയേ, പി അതേപോലെ അവിടെ നിൽക്കുക. ഇൻറ്റു എന്നിന് പകരം 2 ഇട്ട് കൊടുത്തു, ആറിന് പകരം 5 ഇട്ട് കൊടുത്തു അല്ലേ. ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 200. ഓക്കെ, ഇത് നോക്കിയേ, പി ആണ് നമുക്ക് കാണേണ്ടത്. പി അവിടെ നിർത്തുക. ഡിവൈഡ് ചെയ്തേക്കുന്ന 100 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം എന്ത് ചെയ്യും? ഇൻറ്റു ആകും അല്ലേ. ഇൻറ്റു 100 ആകും. ഇനി പിയുടെ കൂടെ ഗുണിച്ചിരിക്കുന്ന 2 × 5 10. 2 × 5 10. ഇവിടെ പിയുടെ കൂടെ ഗുണിച്ചിരിക്കുന്നതായതുകൊണ്ട് ഈക്വൽ ടുവിൻ്റെ മറു സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 0 0 ക്യാൻസൽ ചെയ്ത് പോയി.
പി എന്ന് പറയുന്നത് അല്ലെ ഇവിടുത്തെ തുക എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക് 2000 എന്ന് കിട്ടി 2000 എന്ന് കിട്ടി ഓക്കെ ആണോ അപ്പം 2000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയാണ് 200 രൂപ അങ്ങനെയാണെങ്കിൽ ഇതേ തുകയ്ക്ക് ഇതേ 2000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്രയാണ് ഇത് ചെയ്തു നോക്കാം നോക്കേ കൂട്ടുപലിശ കാണാൻ എന്താ തുക ആദ്യം എഴുതണം നമ്മുടെ തുക 2000 ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു ഇൻറ്റു ഇവിടെ പലിശ നിരക്ക് 5% കൂട്ടുപലിശ കാണുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ 5ൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു 100 കൂട്ടുന്നു 105 എന്ന് എടുക്കുന്നു 105 ഡിവൈഡ് ബൈ 100 പലിശ ശതമാനമായതുകൊണ്ട് ഡിവൈഡ് ബൈ 100 എത്ര വർഷത്തേക്ക് 2 വർഷത്തേക്കായതുകൊണ്ട് 2 തവണ എഴുതി ഗുണിക്കുന്നു 105 ഡിവൈഡ് ബൈ 100 ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് തിരികെ നമുക്ക് എത്ര തുക കിട്ടുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് ചെയ്തു നോക്കാം 2 ക്യാൻസൽ ചെയ്തു പോയി ഈ 0 ക്യാൻസലായി 2ഉം 10ഉം ക്യാൻസലായി 5 എന്ന് കിട്ടി 2ഉം 10ഉം ക്യാൻസൽ ചെയ്യാതെ 5 എന്ന് കിട്ടും 105 ഇൻറ്റു 105 ഡിവൈഡ് ബൈ 5 105 ഇൻറ്റു 105 എന്ന് വെച്ചാൽ 105ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും അല്ലേ നോക്കാം എത്ര ആണെന്ന് ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2205 എന്ന് കിട്ടി 2205 എന്ന് വെച്ചാൽ 2000 രൂപയ്ക്ക് നമുക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും 2 വർഷം കഴിയുമ്പോൾ 2205 രൂപ നമുക്ക് പലിശ നിരക്കിൽ തിരിച്ചു കിട്ടും അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കൂട്ടുപലിശ എത്രയായിരിക്കും 2000 രൂപ കൊടുത്തപ്പോൾ 2205 രൂപ തിരിച്ചു കിട്ടിയെങ്കിൽ അതിനകത്തുള്ള കൂട്ടുപലിശ എത്രയായിരിക്കും കൂട്ടുപലിശ കാണാൻ എന്ത് ചെയ്യണം 2225 നിന്ന് 2000 നമ്മുടെ മുതൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 205 രൂപ അതാണ് നമ്മുടെ കൂട്ടുപലിശ 205 രൂപ അതാണ് ഈ കൂട്ടുപലിശ എന്ന് പറയുന്നത് നോക്കിയേ കൂട്ടുപലിശ ഇവിടെ കാണാൻ ചോദിച്ചിരിക്കുന്ന കൂട്ടുപലിശയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കൂട്ടുപലിശയാണെങ്കിൽ 205 രൂപ പക്ഷേ നമുക്ക് ഓപ്ഷനിൽ തന്നേക്കുന്നത് കൂട്ടുപലിശയോട് കൂടി തിരികെ നമുക്ക് ലഭിക്കുന്ന കാശാണ് നമ്മുടെ ഓപ്ഷനകത്ത് തന്നേക്കുന്നത് അതാണെങ്കിൽ 2205 രൂപയും ഓക്കെ ആണോ കൂട്ടുപലിശയാണ് ചോദിച്ചേക്കുന്നത് 205 വരേണ്ടത് പക്ഷേ ഓപ്ഷനകത്തിൽ അതും നമ്മുടെ തുകയും കൂടെ ചേർന്നുള്ള പൈസയാണ് തന്നേക്കുന്നത് അത് 2205 രൂപയാണ് ക്ലിയർ ആണോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3 എന്ന അംശബന്ധത്തിലാണ് ഒരു ദ്രാവകം ഇവിടെ ഇരിക്കുന്നു ഒരു ദ്രാവകം ഇരിക്കുന്നു ആ ദ്രാവകത്തിൽ വെള്ളവും ആസിഡും വെള്ളവും കൂടെ 4:3 എന്ന അംശബന്ധത്തിലാണ് കലർത്തിയിരിക്കുന്നത് 10 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ ഇത് 3:1 എന്ന അംശബന്ധത്തിലായി അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ലായനി നിൽക്കുന്നത് ഈ സൊല്യൂഷൻ നിൽക്കുന്നത് 3:1 എന്ന അംശബന്ധത്തിലാണ് 3:1 നോക്കിയ ആസിഡും വെള്ളവും തമ്മിലുള്ള അംശബന്ധമാണ് ആസിഡും വെള്ളവും വാട്ടറും തമ്മിലുള്ള അംശബന്ധമാണ് 3:1 എന്ന അംശബന്ധത്തിലാണ് ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട് എത്ര ലിറ്റർ ആസിഡുണ്ട് എത്ര ലിറ്റർ വെള്ളമുണ്ട് അത് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി എളുപ്പം കണ്ടുപിടിക്കാം എളുപ്പം നോക്കിയേ 3:1 എന്ന അംശബന്ധത്തിലാണ് ആ ലായനി ഇരിക്കുന്നത് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് പറയാം 3 ലിറ്റർ ആസിഡ് ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം 3 ലിറ്റർ ആസിഡ് ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം 3 ലിറ്റർ ആസിഡ് ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം അപ്പം ദേ നോക്കിയേ ഏത് ഭാഗമാണ് എപ്പോഴും ഉയർന്നിരിക്കേണ്ടത് നോക്കിയേ ആസിഡ് വാട്ടർ ഇതൊരു 3 ലിറ്റർ എന്നുള്ളത് 6 ലിറ്റർ ആയാൽ ഇവിടെ 2 ലിറ്റർ വെള്ളം കണ്ടോ 3 എന്നുള്ളത് 6 ആയാൽ 2 ലിറ്റർ വെള്ളം 6 എന്നുള്ളത് 9 ആയാൽ 9 ലിറ്റർ ആയാൽ ഇവിടെ 3 ലിറ്റർ വെള്ളം ഇതിങ്ങനെയാണ് കയറിപ്പോകുന്നത് നോക്കിയേ ആസിഡിൻ്റെ ഭാഗം എപ്പോഴും ഉയർന്നു നിൽക്കും അല്ലേ ദേ നോക്കിയേ 3:1 എന്ന് വെച്ചാൽ 3 1 6 2 9 3 ആസിഡിൻ്റെ ഭാഗം എപ്പോഴും ഉയർന്നിരിക്കും നോക്കിയേ ആസിഡിൻ്റെ ഭാഗം ഇതും അംശബന്ധമാണ് തന്നിരിക്കുന്നത് അല്ലേ ആസിഡും വാട്ടറിൻ്റെ അളവാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ അതിൽ 18 6 6 18 12 3 3 12 അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻ ഇതിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്യാം ഇനി ഇതൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ആദ്യത്തെ ഓപ്ഷൻ 18 6 അത് തമ്മിലുള്ള അംശബന്ധം എടുക്കുക 18 6 തമ്മിലുള്ള അംശബന്ധം നോക്കുക 18 6 രണ്ടെണ്ണത്തിനെ കോമൺ ആയിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം നമുക്ക് 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും അല്ലേ 6 3 18 ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും 3:1 എന്ന് കിട്ടി അംശബന്ധം എത്ര എന്ന് കിട്ടി 3:1 18 6 തമ്മിലുള്ള അംശബന്ധം 3:1 എന്ന് കിട്ടി ഇനി 6 18 ആണെങ്കിൽ ഈ അംശബന്ധം 1:3 എന്ന് കിട്ടും 1:3 എന്ന് കിട്ടും 12 3 ആണെങ്കിൽ ഇതേ നോക്കിയേ 12:3 ആണെങ്കിൽ 12:3 നോക്കിയേ 12നെയും 3നെയും ഏത് നമ്പർ കൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 4 3 12 ആണ് 4:1 എന്ന് കിട്ടും 4:1
ക്ലിയർ ആണോ? അടുത്ത എഴുതുവാണെങ്കിൽ 1:4 എന്ന് കിട്ടും. അടുത്തതിനെ നമ്മൾ ചെയ്ത് നോക്കുവാണെങ്കിൽ 1:4 എന്ന് കിട്ടും. കണ്ടോ? തന്നിരിക്കുന്ന ഓപ്ഷനകത്തിലെ വെള്ളവും വാട്ടറും തമ്മിലുള്ള അംശബന്ധം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്ന 3:1 ഈക്വലായിട്ട് വരുന്ന അംശബന്ധം ഏതാണ്? ഒന്നാമത്തെ ആണല്ലേ. 18ഉം 6ഉമാണ്. 18 ലിറ്റർ വെള്ളം, 18 ലിറ്റർ ആസിഡ് ഉണ്ടെങ്കിൽ 6 ലിറ്റർ വെള്ളം കാണും. അതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ ആണോ? എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ്റെ എല്ലാം കൂടെ അംശബന്ധം എടുത്ത് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തിൽ അംശബന്ധമായിട്ട് ഈക്വലായിട്ട് ഏതാണോ ഓപ്ഷനകത്തുള്ളത് അതായിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന രീതി തെറ്റാണ്. അതുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ വയസ്സിൻ്റെ അല്ലെങ്കിൽ അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. ആദ്യത്തെ വരി നമുക്കൊന്നെടുക്കാം. ഇതേ നോക്കിയേ. അപ്പു അമ്മ അല്ലേ, 2 പേര്. അപ്പുവിൻ്റെ പ്രായം എക്സ് ആണെങ്കിൽ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് എക്സ് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 9 മടങ്ങാണ്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 9 വർഷം കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ. 9 വർഷം കഴിയുമ്പോൾ അപ്പുവിൻ്റെ വയസ്സ് എത്ര കൂടും? 9 കൂടും അല്ലേ. അപ്പുവിൻ്റെ വയസ്സ് 9 കൂടെ കൂടും. അപ്പോൾ നമുക്ക് പറയാം അപ്പുവിൻ്റെ വയസ്സ് 9 വർഷം കഴിയുമ്പോൾ 9 + x ആകും. അപ്പുവിൻ്റെ വയസ്സ് 9 വർഷം കഴിയുമ്പോൾ 9 + x ആകും. അതേപോലെ അമ്മയുടെ പ്രായം എന്ന് പറയുന്നതും 9 വയസ്സ് കൂടും അല്ലേ. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 9x ആണ്. അതിൻ്റെ കൂടെ വീണ്ടും എത്ര കൂടും? 9 കൂടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണോ? അപ്പോൾ അപ്പുവിൻ്റെ പ്രായം ഇന്ന് എക്സ് ആണെങ്കിൽ 9 വർഷം കഴിയുമ്പോൾ എത്ര ആവും? 9 + x ആവും. ഇന്ന് അമ്മയുടെ പ്രായം 9x ആണെങ്കിൽ 9 വർഷം കഴിയുമ്പോഴോ 9 + 9x ആകും. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറുമെന്നാണ് എഴുതിയേക്കുന്നത്. ഇത് 3 മടങ്ങായി മാറും. അത് ക്ലിയർ ചെയ്തിട്ടില്ല. ഏതാണ് 3 മടങ്ങായി മാറുന്നതെന്ന് പറഞ്ഞില്ല. ഇത് ഇങ്ങോട്ട് നോക്കിയേ. അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാവും എന്നാണ് ഉദ്ദേശിച്ചത്. അമ്മയുടെ പ്രായം 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാവും. അപ്പുവിൻ്റെ പ്രായം അന്നെത്ര? 9 + x ആണ്. അതിൻ്റെ 3 മടങ്ങാവും. മനസ്സിലായോ? 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 9 + 9x ആണ്. 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 9 + 9x ആണ്. 9 + 9x ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ആ 9 + 9x എന്ന് പറയുന്ന ആ പ്രായം അപ്പുവിൻ്റെ അന്നത്തെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 3 × 9 + x എന്നാണ് പറഞ്ഞേക്കുന്നത്. 3 × 9 + x എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പം ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഒന്ന് ചെയ്ത് നോക്കിയേ. 9 + 9x 3 × 9 27, 3 × x 3x. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യുക? ഈ 9 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. എക്സിൻ്റെ ടേം എല്ലാം ഒരു സ്ഥലത്ത് ആക്കുക. എക്സ് ഉള്ള ടേം എല്ലാം ഒരു സ്ഥലത്താക്കുക. എക്സ് ഇല്ലാത്ത ടേം എല്ലാം ഒരു സൈഡിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ. 9x ഇവിടെ കിടപ്പുണ്ട്. +3x = ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? അത് -3x ആവും. -3x = 27 ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. ഈ 9 = അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? -9 ആവും. ക്ലിയർ ആണോ? 9x നിന്നും 3x പോയി കഴിഞ്ഞാൽ ബാക്കി 6x. 9x നിന്നും 3x പോയി കഴിഞ്ഞാൽ ബാക്കി 6x = 27 - 9. 27 നിന്നും 9 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 18 എന്ന് കിട്ടും അല്ലേ. 18. അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x = 18 / 6 = 3 എന്ന് കിട്ടും. ക്ലിയർ ആണോ? എക്സ് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്? അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായമായിട്ടാണ് നമ്മൾ എക്സ് എടുത്തേക്കുന്നത്. അതായത് അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം, അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം 3. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നോക്കിയേ. കോണുകളുടെ തുക 8100 ആയ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 8100 ആണെങ്കിൽ ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതേ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഈ അടുത്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഇക്വേഷൻ കൂടിയാണത്. എന്താ പറഞ്ഞേക്കുന്നത്? ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n-2 × 180. n-2 × 180. ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n-2 ×
180. ഇതേ നോക്കിയേ ആ n-2 × 180 എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 8100 ആണെന്ന് തന്നിട്ടുണ്ട്. 8100. ഇതിൽ നിന്ന് നോക്കിയേ ഈ ഇക്വേഷനകത്ത് ഈ n എന്ന് പറയുന്നത് എന്താ? ബഹുഭുജത്തിന് എത്ര വശമുണ്ട് എന്നുള്ളതാണ് ഈ n കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണമാണ് n കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ n കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബഹുഭുജത്തിന് എത്ര വശമുണ്ടെന്ന് കിട്ടും അല്ലേ? ഇതേ ഒന്ന് ചെയ്തു നോക്കാം. n-2 അതേപോലെ അവിടെ നിർത്തുന്നു. അതിൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന 180 ഉണ്ടല്ലോ, ഇവിടെ ഗുണിച്ചിരിക്കുന്ന 180 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആവും. 8100 ഡിവൈഡഡ് ബൈ 180 എന്നാവും. ക്ലിയർ ആണോ? ദേ 0 ക്യാൻസൽ ചെയ്തു. ഇനി രണ്ടിനെയും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റും അല്ലേ? 9 കൊണ്ട് ചെയ്യാം. 9 കൊണ്ട് ചെയ്യാം. 9 × 9 81. 9 × 9 81. അപ്പോൾ അവിടെ ഞാൻ 90 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ 18 എത്ര? 1 × 9 9, 2 × 9 18 അല്ലേ? 2 എന്ന് എഴുതി. 2. ഇനി 90നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 45. 90നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും 45. അങ്ങനെയാണെങ്കിൽ n-2 = 45 എന്ന് കിട്ടി. n-2 = 45. അങ്ങനെയാണെങ്കിൽ n = എന്തായിരിക്കും? 45 + 2. 45 + 2 47. ഓപ്ഷനകത്തിലുണ്ടോ? ഓപ്ഷൻ സി. ക്ലിയർ ആണോ പറഞ്ഞ ക്ലിയർ ആണോ? എന്താണ് ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n-2 × 180. ആ തുക എത്ര എന്ന് തന്നിട്ടുണ്ട്? n-2 × 180 എത്ര എന്ന് തന്നിട്ടുണ്ട്? 8100 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്നും n കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം വശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ്? വശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതേ നോക്കിയേ. സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ സമചതുരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? സമചതുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതേ വശങ്ങളെല്ലാം തുല്യമായതിനെയാണ് നമ്മൾ സമചതുരം എന്ന് പറഞ്ഞേക്കുന്നത്. എന്താ വികരണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് വെർട്ടീസസിനെ, ഓപ്പോസിറ്റ് മൂലകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വികരണം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം വശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ്? ഇത് നോക്കിയേ. ഞാൻ ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ? ഇത്രയും ഭാഗം കട്ട് ചെയ്തു. ഇതെന്തായി? ഇതൊരു ട്രയാങ്കിളായി അല്ലേ? ത്രികോണമായി, ഒരു മട്ടത്രികോണമായി. ആ മട്ടത്രികോണത്തിൻ്റെ 2 സൈഡ് എ ആണെങ്കിൽ വികരണം എത്രയായിരിക്കും? വികരണം എത്രയായിരിക്കും എന്ന് പറഞ്ഞു നോക്കിയേ. ഇതെന്താ? പൈതഗോറസ് തിയറമാണ് അല്ലേ? പൈതഗോറസ് തിയറം അനുസരിച്ച് ഇത് കർണമാണ്, ഇത് ബേസ് ആണ് അല്ലെങ്കിൽ പാദമാണ്, ഇത് ലംബമാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ കർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അല്ലേ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അതായത് a² + a² എത്ര കിട്ടും? 2a² എന്ന് കിട്ടും. 2a². അതായത് കർണം സ്ക്വയർ എന്ന് പറയുന്നത് 2a² ആണ്. നമുക്ക് കർണം മാത്രം മതി, സ്ക്വയർ വേണ്ട. അതുകൊണ്ട് ഈ സ്ക്വയർ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും അല്ലേ? √2a² ഈക്വൽ ടു 2ൻ്റെ റൂട്ട് എത്ര? 2ന് റൂട്ടില്ല, അതുകൊണ്ട് നമ്മൾ √2 എന്ന് തന്നെ ഇടുന്നു. a²ൻ്റെ റൂട്ട് എത്ര? √a² എന്ന് വെച്ചാൽ എത്ര? അതേ നോക്കിയേ. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോയിട്ട് a എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ. നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? ഈ വികരണം അല്ലേ? ഡയഗണൽ ഈക്വൽ ടു അല്ലെങ്കിൽ കർണമായിട്ട് നമ്മളെടുത്ത് ഈ ഡയഗണൽ ഉണ്ടല്ലോ, അത് എന്തായിട്ടാണ് കിട്ടിയേക്കുന്നത്? √2 × a ആണ്. a എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വശമാണ് അല്ലേ? √2 × ഒരു വശം എന്ന് കിട്ടി അല്ലേ? √2 × വശം. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം വശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ്? √2 മടങ്ങ്. കണ്ടോ? വശത്തിൻ്റെ കൂടെ √2 ഗുണിച്ചിരിക്കുക അല്ലേ? അതായത് √2 മടങ്ങാണ് വശത്തിൻ്റെ √2 മടങ്ങാണ് വികരണത്തിൻ്റെ നീളം. ക്ലിയർ ആണോ? ആൻസർ √2. ഓക്കെ ആണോ? ഇത് കാണാൻ പഠിച്ച് വെച്ചേക്കേണ്ട സാധനമാണ്. നമുക്കിനി കാണാൻ പഠിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തായാലും കണ്ടുപിടിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ക്ലോക്കിലെ സമയം 10:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ഒരു ക്ലോക്കിലെ സമയം 10:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എന്താണ്? ഇതിനകത്തുള്ള ഓപ്ഷൻ ഒന്ന് നോക്കിയേ. ഓപ്ഷൻ 315. ഓപ്ഷൻ 315. 90, 180. ലാസ്റ്റ് ഓപ്ഷൻ എത്രയാണ്? 135 അല്ലേ? 135 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഇത്രയും ഓപ്ഷൻ. ഇനി നിങ്ങൾ ആ ക്ലോക്ക് ഒന്ന് വരച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും അറിയുന്നില്ല, ആ സമയത്ത് ഇക്വേഷൻ മറന്നുപോയി, അല്ലെങ്കിൽ ഇക്വേഷൻ അങ്ങോട്ട് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു എളുപ്പ വഴി എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട്, ഓപ്ഷനകത്ത് നിന്ന് ആൻസർ കണ്ടുപിടിക്കുക. നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആ ക്ലോക്ക് ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് ക്ലോക്ക് അല്ലേ? നോക്കിയേ. നമുക്ക് സമയം 10
10 എന്നാണ് പറഞ്ഞേക്കുന്നത്. 10 എന്നാണ് പറഞ്ഞേക്കുന്നത്. 10 ആകുമ്പോൾ ദേ ഇങ്ങനെ വരും. ദേ ഇവിടാണ് 10 അല്ലേ, ഇതാണ് 10. 10 എന്ന് പറയുന്നത് ദേ മണിക്കൂർ സൂചി 10ലോട്ടും മിനിറ്റ് സൂചി 6ലോട്ടും ഇരിക്കും അല്ലേ. ഇതാണ് 10 എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ കോണളവാണ്. ഈ സൂചി ഞാൻ ഇങ്ങോട്ട് നിന്ന് മാറ്റി വരയ്ക്കുവാണ്. ദേ ഇതിൻ്റെ കോണളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടുത്തെ കോണളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 10 എന്നുള്ളതിന് എത്രയായിരിക്കും? ദേ നോക്കിയേ, നമുക്ക് 90 ഡിഗ്രി എന്ന് പറയുന്നത് എങ്ങനെ വരും? ദേ ഇങ്ങനെ വരും, കറക്റ്റ് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വരുന്നതിനെയാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. ഇത് 90 ഡിഗ്രി ആണോ? അല്ല, 90 ഡിഗ്രി ആകണമെങ്കിൽ ദേ ഇങ്ങനെ വരണമായിരുന്നു ഇല്ലേ. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി അല്ലെന്ന് മനസ്സിലായി. ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ദേ 180 എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു വര ഇങ്ങനെ നേരെ വരച്ചേക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ക്ലിയർ ആണോ? ഇത് ഇങ്ങോട്ട് നോക്കിയേ, ദേ ഇങ്ങനൊരു വര വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് 180 ആണ്, ഇത് 180 ആണ്. ഇങ്ങനെ നേരെ ഉള്ളതാണ് 180 എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ഇവിടെ 180 വരണമെങ്കിൽ ദേ ഇങ്ങനെ വരണം, കണ്ടോ, ഇങ്ങനെ വരണം, നേരെ നേരെ വരണം. ഓക്കെ ആണോ? അപ്പോൾ ഇത് 180 അല്ല. 180 വരണമെങ്കിൽ ഇത് ഇങ്ങനെ നേരെ ആയിരിക്കണം അല്ലേ, വര നേരെ ആയിരിക്കണം. ഇങ്ങനെ വന്നാലേ 180 പറയത്തുള്ളൂ. അതുകൊണ്ട് ഇത് 180 അല്ലെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം, കാരണം ഇവിടെ ചെറിയൊരു ബെൻഡുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ 315 ഇതേ ഞാൻ പറഞ്ഞു 180 ആകണമെങ്കിൽ ഇങ്ങനെ വരണം അല്ലേ. 90 ആകണമെങ്കിൽ ഇതേ ഇങ്ങനെ വരണം, 90 ആകണമെങ്കിൽ ഇങ്ങനെ വരണം, 180 ആകണമെങ്കിൽ ഇങ്ങനെ നേരെ വരണം. ഇനി നോക്കിയേ, ഇതേ ഒരു ആംഗിൾ ഇത് 180നേക്കാൾ കൂടുതൽ വരണമെങ്കിൽ ഇതേ ഇങ്ങനെ താഴോട്ട് വരണം അല്ലേ. 180നേക്കാൾ കൂടുതൽ വരണമെങ്കിൽ 180നേക്കാൾ കൂടുതൽ വരണമെങ്കിൽ താഴോട്ട് വരണം അല്ലേ. ഇതേ നോക്കിയേ, ഇത് 180 എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞു ഇത് 180 ആണ്, ഇത് 90 ആണ്. ഓക്കെ, നമ്മുടെ 10 എന്നുള്ളത് എങ്ങനെയാണ് നിൽക്കുന്നത്? ദേ ഈ വരയ്ക്കും പിന്നീട് ദേ ഇങ്ങനെയും വരയ്ക്കുന്നത്. അതിനർത്ഥം 10 എന്നുള്ളത് 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലാണ് എന്നാണ് അർത്ഥം അല്ലേ. മനസ്സിലായോ? ഇത് 90 ഡിഗ്രി കഴിഞ്ഞു, 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ വര നിൽക്കുന്നത്. പക്ഷേ 180 ആയിട്ടില്ല എന്ന് വെച്ചാൽ വര ഇങ്ങനെ നേരെ ആയിട്ടില്ല, 180 ആയിട്ടില്ല. അപ്പം 90നും 180നും ഇടയ്ക്കുള്ളൊരു നമ്പറായിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആംഗിളേ ഉള്ളൂ 135. ഓപ്ഷനകത്ത് നിന്ന് 135. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ പറഞ്ഞ ക്ലിയർ ആണോ? ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ 90, നമ്മുടെ പക്ഷേ 10 അര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് 10 വരുന്നത്, 10 ഇവിടെ 10ൻ്റെത് ഇവിടെ അര വരുന്ന 6 എന്നുള്ളതും അല്ലേ. ഈ ആംഗിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 90 ഡിഗ്രി എന്ന് പറയുന്നാൽ ആംഗിൾ ഇത് ഇങ്ങനെ വരണം, പെർപെൻഡിക്കുലറായിട്ട് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിനകത്ത് തന്നെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ആംഗിളിനെയാണ് 90 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 90 അല്ലെന്ന് നമുക്ക് മനസ്സിലായി, 90നേക്കാൾ വലിയ ആംഗിളാണ് അല്ലേ. പിന്നെ ഇനി 180 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നേരെ വരുന്ന വരകളുടെ ത്തിലുള്ള ആംഗിളാണ് 180 എന്ന് പറയുന്നത്. എന്ന് വെച്ചത് ഈ 6 എന്ന് പറഞ്ഞ വരയുണ്ടല്ലോ, ഇതിങ്ങനെ നീട്ടി വരച്ചായിരുന്നെങ്കിൽ അവിടെ കിട്ടുന്ന ആംഗിളാണ് 180. അപ്പോൾ ഇത് 180 അല്ല, അവിടം വരെ പോയിട്ടുമില്ല, 90നേക്കാൾ വലുതുമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനകത്ത് ഒരേ ഓപ്ഷനേ ഉള്ളൂ, 135 ഡിഗ്രി. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ 2 ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഏതാ? 30 × h മൈനസ് 11/2 m ഇങ്ങനൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണക്ക് ചെയ്തിട്ടുണ്ട്. അതുമല്ലെങ്കിൽ ഇതേ നോക്കിയ 10 30 10നെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ സൂചി എവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ 10 മണി പറയുന്നത്? 10നകത്ത് നിൽക്കുമ്പോൾ അല്ലേ. 30 മിനിറ്റ് എന്ന് പറയുന്നത് സൂചി എവിടെ നിൽക്കുമ്പോഴാണ്? 6 നിൽക്കുമ്പോഴാണ് അല്ലേ. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ 10 - 6 4. ആ 4നെ 30 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 4നെ 30 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 120 എന്ന് കിട്ടി. 120. ക്ലിയർ ആണോ? 120. ഇനി നോക്കുക, ഇവിടെ 6നകത്ത് ഒരു സൂചിയുണ്ട്, 10നകത്തിലൊരു സൂചിയുണ്ട് അല്ലേ. 10നകത്തൊരു സൂചിയുണ്ട്, 6നകത്തും ഒരു സൂചിയുണ്ട്. 10നകത്തിലുള്ളത് മണിക്കൂർ സൂചിയും 6നകത്തിലുള്ളത് മിനിറ്റ് സൂചിയുമാണ് അല്ലേ. 10നകത്തിലുള്ളത് മണിക്കൂർ സൂചിയും 6നകത്തിലുള്ളത് മിനിറ്റ് സൂചിയും. ഇതിനകത്തിൽ ഏതാ വലിയ സംഖ്യ? 10 ആണോ 6 ആണോ വലിയ സംഖ്യ? 10 ആണ് അല്ലേ. മണിക്കൂർ സൂചി കിടക്കുന്നിടത്താണ് വലിയ സംഖ്യ ഇരിക്കുന്നത്, മണിക്കൂർ സൂചി ഇരിക്കുന്നിടത്താണ് വലിയ സംഖ്യ. അങ്ങനാണെങ്കിൽ ഈ 120ൻ്റെ കൂടെ മിനിറ്റിൻ്റെ പകുതി കൂട്ടണം. മിനിറ്റ് ഇവിടെ 30 ആണ്, 30ൻ്റെ പകുതി 15 കൂട്ടണം, 135 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താ പറഞ്ഞത്? ആദ്യം 10ൽ നിന്നും 6 കുറച്ചു, 4 എന്നെഴുതി. ആ 4നെ 30 കൊണ്ട് ഗുണിക്കുന്നു, 120 കിട്ടി. ഇനി നോക്കേണ്ടത് മണിക്കൂർ സൂചി നിൽക്കുന്നിടത്ത സംഖ്യയാണോ വലുത്, മിനിറ്റ് സൂചി നിൽക്കുന്നിടത്ത സംഖ്യയാണോ വലുതെന്ന് നോക്കുക. മണിക്കൂർ സൂചി നിൽക്കുന്നിടത്ത സംഖ്യയാണ് വലുതെങ്കിൽ മിനിറ്റിൻ്റെ പകുതി കൂട്ടണം. ഇനി അവിടുത്തെ സംഖ്യ ചെറുതായിരുന്നെങ്കിൽ മിനിറ്റിൻ്റെ പകുതി കുറയ്ക്കണം. അത്രയേ ഉള്ളൂ.
ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പോയിന്റ് ഇതേ ഈ ക്വസ്റ്റ്യൻ അതിൽ ചെറിയ കുഴപ്പമുണ്ട്. 0.25 ദ ഹോൾ റൈസ് ടു 6, 0.25 ദ ഹോൾ റൈസ് ടു 6നെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ, ഞാൻ ആ എണ്ണൽ സംഖ്യ n എന്ന് എടുക്കുവാണ്, n എന്ന് പറയുന്ന എണ്ണൽ സംഖ്യ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് എനിക്ക് 0.25 ദ ഹോൾ റൈസ് ടു 4 കിട്ടുക? ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, 0.25 ദ ഹോൾ റൈസ് ടു 6നെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് എനിക്ക് 0.25 ദ ഹോൾ റൈസ് ടു 4 കിട്ടുക എന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എനിക്ക് n ആണ് കാണേണ്ടത്. എനിക്ക് n കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഗുണിച്ചിരിക്കുന്ന നമ്പർ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, 0.25 ദ ഹോൾ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 0.25 ദ ഹോൾ റൈസ് ടു 6. ഓക്കെ, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കിയേ. 0.25 ദ ഹോൾ റൈസ് ടു 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.25നെ 4 പ്രാവശ്യം എഴുതി ഗുണിച്ചിരിക്കുന്നു എന്നല്ലേ അർത്ഥം? 0.25നെ 4 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. ഞാൻ 4 തവണ എഴുതി ഗുണിക്കുന്നു. അതേപോലെ 0.25 ദ ഹോൾ റൈസ് ടു 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.25നെ ഞാൻ 6 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം, അല്ലേ? 0.25നെ 6 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. 6 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ ആണോ? ഇനി ഇതേ നോക്കിയേ, മേളിലും താഴെയും ഒരേ നമ്പേഴ്സ് ആണല്ലോ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാതെ ഞാൻ നോക്കിയേ, ഇവിടുന്ന് ഒരെണ്ണം ക്യാൻസൽ ചെയ്തു, അടുത്ത ഒരെണ്ണം ക്യാൻസൽ ചെയ്തു, അടുത്ത ഒരെണ്ണം ക്യാൻസൽ ചെയ്തു. കണ്ടോ? അപ്പോൾ മേലുള്ള 4 നമ്പറും ക്യാൻസലായിപ്പോയി. മേലുള്ള എല്ലാ നമ്പറും ക്യാൻസലായിപ്പോയി. എന്ത് മാത്രം അവശേഷിക്കുന്നു? 1 മാത്രം അവശേഷിക്കുന്നു. താഴെയുള്ള 0.25 ഇൻറ്റു 0.25 ഉണ്ട്, അല്ലേ? 2.25 അവശേഷിക്കുന്നുണ്ട്. 0.25 ഇൻറ്റു 0.25 അവശേഷിക്കുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഇനി ഇതിങ്ങനെ വെട്ടി കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇവിടെ നോക്കിയേ, 4 6 അല്ലേ? 4ൽ നിന്നും 6 കുറച്ച് നോക്കുക, 2 എന്ന് കിട്ടും. എവിടാണ് ഏറ്റവും കൂടുതലുള്ളത്? 6ൻ്റെ ഭാഗത്താണ് കൂടുതലുള്ളത്, അവിടെ 2 അങ്ങ് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. a raised to m ഡിവൈഡ് ബൈ a raised to n ഈക്വൽ ടു a raised to m മൈനസ് n എന്നുള്ള ഇക്വേഷനാണത് സംഭവം പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ആൻസർ ഇതേ 1/0.25 ഇൻറ്റു 0.25 എന്ന് കിട്ടി. ഇനി നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളുണ്ടെന്ന് നോക്കുക. ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെയും 2 സ്ഥാനമുണ്ട്. ടോട്ടൽ 4 സ്ഥാനങ്ങളുണ്ട്. അങ്ങനെ 4 സ്ഥാനങ്ങളുണ്ടെങ്കിൽ ആ പോയിന്റ് മാറാനായിട്ട് 4 പൂജ്യമുള്ളൊരു നമ്പർ കൊണ്ട് മേളിലും താഴെയും ഗുണിക്കുക. ശ്രദ്ധിച്ചേക്കുക, ഇവിടെ 4 പോയിന്റ് ഉണ്ട്. ഈ 4 പോയിന്റ് മാറാൻ 4 പൂജ്യമുള്ള ഒരു സംഖ്യ കൊണ്ട് മേളിലും താഴെയും ഗുണിക്കണം. 4 സീറോ ഉള്ള സംഖ്യ എന്ന് പറയുന്നത് നോക്കിയേ, 4 സീറോ ഉള്ള സംഖ്യ അല്ലേ? അതുകൊണ്ട് മേളിലും ഗുണിക്കണം, താഴെയും ഗുണിക്കണം. താഴെ ഗുണിക്കുമ്പോൾ 0.25 ഇൻറ്റു 10,000 താഴെ ഗുണിക്കുമ്പോൾ പോയിന്റ് മാറാൻ വേണ്ടിയല്ലേ നമ്മൾ ഗുണിച്ചത്? ഈ പോയിന്റ് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 10,000 ഡിവൈഡഡ് ബൈ പോയിന്റ് മാറിയിട്ട് 25 ഇൻറ്റു 25 എന്ന് കിട്ടും. 25 ഇൻറ്റു 25 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പം 10,000 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 25 ഇത്രയും കിട്ടി. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ 10,000നെ ഞാൻ 100 ഇൻറ്റു 100 എന്ന് എഴുതുക. 100 ഇൻറ്റു 100 എന്താ? 10,000 കിട്ടും അല്ലേ? 100 ഇൻറ്റു 100, 25 ഇൻറ്റു 25. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി. എന്തിനു വേണ്ടിയാണെന്നറിയോ? വെട്ടിക്രിയേറ്റ് ചെയ്യാൻ. ഇനി ഇത് വെട്ടി നോക്കാം. അത് 100ഉം 25ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും അല്ലേ? 25നെ കൊണ്ട് 100നെ ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 100നെ വീണ്ടും ഈ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 4 ഇൻറ്റു 4 16. ആൻസർ എത്ര കിട്ടും നമുക്ക്? 16. ഓപ്ഷൻ ബി 16 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3നും 81നും ഇടയിൽ 2 സംഖ്യകൾ ചേർക്കുക. അതേ നോക്കിയേ, 3, 81 അതിനിടയിൽ 2 സംഖ്യകൾ ചേർക്കണം. ആ സംഖ്യയുടെ പ്രത്യേകത എന്താ? അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണ്. അതൊരു സമഗുണിത ശ്രേണി എന്ന് വെച്ചാൽ ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് നമ്മളിങ്ങനെ ഇൻറ്റു ചെയ്ത് പോയേക്കുക. എന്ന് വെച്ചാൽ 3യെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടി.
ഓക്കെ, രണ്ടാമത്തെ നമ്പർ കിട്ടി. ആ രണ്ടാമത്തെ നമ്പറിനെ വീണ്ടും അതേ സംഖ്യ കൊണ്ട്, ഈ 3നെ ഗുണിച്ച് ഏത് സംഖ്യയാണോ ആ സംഖ്യ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ നമ്പർ കിട്ടും. മൂന്നാമത്തെ നമ്പറിനെ വീണ്ടും അതേ നമ്പർ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നാലാമത്തെ നമ്പർ കിട്ടും. അങ്ങനെ ഒരു പൊതുവായ ഒരു നമ്പർ ഗുണിച്ചു പോകുന്നതിനെയാണ് നമ്മൾ സമഗുണിതം ശ്രേണി എന്ന് പറയുന്നത്. എങ്കിൽ ആ രണ്ട് സംഖ്യകൾ ഏതെല്ലാം നോക്കിയേ. 3നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടും. ആ രണ്ടാമത്തെ നമ്പറിനെയും ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ നമ്പർ കിട്ടും. ആ നമ്പറിനെയും ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നാലാമത്തെ നമ്പർ കിട്ടും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ഇട്ട് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ 9 27. ഇവിടെ 9ഉം 27ഉം ഒന്ന് ഇട്ട് നോക്കിയേ. 3യുടെ കൂടെ 3 ഗുണിച്ചാൽ 3 കിട്ടും. 3യുടെ കൂടെ 3 ഗുണിച്ചാൽ 9 കിട്ടും അല്ലെ. 3 × 3 9 കിട്ടും. 3 × 3 9 കിട്ടും. ഈ 9ൻ്റെ കൂടെ വീണ്ടും 3 ഗുണിച്ച് കഴിഞ്ഞാൽ 27 കിട്ടും. വീണ്ടും 3 ഗുണിച്ച് കഴിഞ്ഞാൽ 27. 27നെ വീണ്ടും 3 ഗുണിച്ച് കഴിഞ്ഞാൽ 81 കിട്ടും. 27നെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 81 കിട്ടും. നോക്കിയേ, പൊതുവായ ഒരു നമ്പർ കൊണ്ടാണ് ഗുണിച്ച് പോയേക്കുന്നത്. നമുക്ക് ഓപ്ഷൻ ഒന്നാമത്തെ തന്നെയാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ/മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ 20 കിലോമീറ്റർ/മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. അപ്പോൾ ആദ്യത്തെ സ്പീഡ് S1 എന്ന് പറയുന്നത് എത്രയാ? 30 km/h ആണ്. 30 km/h. ഓക്കെ, രണ്ടാമത്തെ സ്പീഡ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 20 km/h ആണ്. 20 km/h ആണ് രണ്ടാമത്തെ സ്പീഡ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്പീഡ് 30 km/h പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ സ്പീഡ് 20 km/h പറഞ്ഞിരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, ഇവിടുത്തെ ഡിസ്റ്റൻസ് നോക്കിയേ, 120 ആണ്. ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 ആണ്. രണ്ട് സ്പീഡിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ആണ്, സെയിം ആണ്, 120 ആണ്. അങ്ങനാണെങ്കിൽ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇവിടുത്തെ ശരാശരി വേഗത കാണാൻ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ 2 × S1 × S2 2 × S1 × S2 ഡിവൈഡ് ബൈ S1 + S2. ഓക്കെ ആണോ? എന്താ പറഞ്ഞാൽ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ശരാശരി വേഗത കാണാൻ എന്ത് ചെയ്യണം? 2 × S1 × S2 ഡിവൈഡ് ബൈ S1 + S2. ഓക്കെ, 2 × 30 × 20 ഡിവൈഡ് ബൈ 30 + 20 50 അല്ലേ. 0 0 ക്യാൻസൽ ചെയ്യാം. ഇത് നോക്കിയേ, 2 × 13 60 എന്ന് കിട്ടും. 60 × 2 120 എന്ന് കിട്ടും. 60 × 2 120. 120 ഡിവൈഡ് ബൈ 5 120 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും? 24 എന്ന് കിട്ടും. 120 ഡിവൈഡ് ബൈ 5 24. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.